ഈ KSRTCയിലെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ഇത്തരം സൗജന്യങ്ങൾ അർഹിക്കുന്നവർക്ക് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ട്രെയിനിനടക്കം വികലാംഗർക്ക് പിന്നെ ബസ്സിനും ഒക്കെ അവർക്ക് പാസ്സുണ്ട്. RCCയിൽ ചികിത്സയ്ക്ക് പോകുന്നവർക്കുള്ള പാസ്സുണ്ട്. അങ്ങനെയുള്ള അർഹിക്കുന്ന ആളുകൾക്കാണ് കൺസെഷൻ കൊടുക്കേണ്ടത്. സൗജന്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. അതിന് ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതിന് അർഹതപ്പെട്ടവർക്ക് അവർക്ക് പിന്നെ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അവർക്ക് ഫ്രീ ആയിട്ട് ചികിത്സ പോലും കൊടുക്കണം. എല്ലാം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെ ഞാൻ. ശബരിമല വിഷയത്തിൽ ഇവരങ്ങ് എന്തൊക്കെയോ ആക്കുമെന്നല്ലേ പറഞ്ഞേ. സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ സഖാക്കളെ പോയി പിടിക്കുന്നേ. ഇപ്പോൾ വീട്ടിൽ കുക്ക് ഗാർഡനിങ് എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ വീട്ടിൽ മരുമകൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ ആ പണിയങ്ങ് എടുത്തോ, അതിൻ്റെ പൈസ വന്നേക്കാൻ ചിലപ്പോൾ പറയും. മന്ത്രിമാരൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. ആകെ വില വർദ്ധിക്കാത്തത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടിയുടെ വില വർദ്ധിച്ചില്ല, അതിൻ്റെ മന്ത്രിമാരുടെ വില വർദ്ധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അവരുടെ വില ഇടിഞ്ഞു. കാരണം അവരാ ജയിച്ച സമയത്ത് കത്തി നിന്നപ്പോൾ നമ്മളൊക്കെ നല്ല പ്രതീക്ഷയിലായിരുന്നു. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നമ്മുടെ തിരുവനന്തപുരം നഗരം ഏകദേശം ഒരൊറ്റ മഴയത്ത് തന്നെ മുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം ആളുകൾ അനുഭവിച്ച ദുരിതം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. അത് കോർപ്പറേഷൻ്റെ പരിധിപ്പെടുന്നതാണ്. പക്ഷേ അതിനകത്ത് PWDക്കും അതോടൊപ്പം തന്നെ ഇറിഗേഷനുമുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ വകുപ്പുകൾക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് ഒരു കാരണവശാലും സാധിക്കത്തില്ല. ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചു. ഒരു വലിയ മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ മാറ്റത്തെ? അല്ല, അതിനകത്ത് പിന്നെ രണ്ട് അഭിപ്രായമുണ്ട് എനിക്കതിനകത്ത്. പിന്നെ കാരണം അതിനകത്തൊരു ന്യായീകരണത്തിൻ്റെ അംശം കൂടുണ്ട്. അതായത് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഡ്രെയിനേജ് ക്ലീനിങ് എന്ന് പറയുന്നത് മഴ പെയ്തതിന് ശേഷം തുടങ്ങും. ഇതിനകത്തല്ലേ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഡ്രെയിനേജ് തന്നെ മൊത്തം പിന്നെ മാലിന്യങ്ങളും അതും ഇതുമായിരിക്കും കെട്ടുകണക്കിന് പൂമ്പാരം കൂടി കിടക്കായിരിക്കും. അത് വേണമെങ്കിൽ പിന്നെ ഓവർഫ്ലോ ആയിട്ട് മുകളിലോട്ടും എപ്പോഴും പൊങ്ങി വരുന്നതെന്നുള്ള അറിയത്തില്ല. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ KSCBയുടെ ലൈൻ ക്ലിയറിങ് മഴ പെയ്തതിന് ശേഷമാണ് തുടങ്ങുന്നത്. മഴ പെയ്തതിന് ശേഷം കാറ്റടിച്ച് വീഴുമ്പോഴാണ് ഇവർ വെട്ടാൻ പോകുന്നത്. ഈ ലൈൻ ക്ലീനിങ് നേരത്തെ നടത്തേണ്ടതാണ്, അഡ്വാൻസ് ആയിട്ട് നടത്തേണ്ടതാണ്. അഡ്വാൻസ് ആയിട്ട് നടത്തുക എന്നുള്ളത് മാത്രമല്ല, ലൈനിനോട് ചേർന്നിട്ടുള്ള മരങ്ങൾ വെട്ടാൻ ആ വീട്ടുകാരോട് റിക്വസ്റ്റ് ചെയ്യണം, നോട്ടീസ് കൊടുക്കണം. അവരത് വെട്ടിയിട്ടില്ല, എന്നിട്ട് അവരുടെ മരം വീണിട്ട് അങ്ങനെ ലൈനിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പയറിങ് പിന്നെ ചാർജ് കോമ്പൻസേഷനായിട്ട് ഇവരുടെ നിന്ന് ഈടാക്കുന്ന സിസ്റ്റം വരണം എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ നമ്മളിപ്പോൾ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ മധുവിധു ആരംഭിച്ചിട്ടേ ഉള്ളൂ. മധുവിധു കാലഘട്ടത്തിലാണ്. ഹണിമൂൺ കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇവർക്കൊന്നും ഹണിമൂണാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഈ ഹണിമൂൺ പീരിയഡിന് മുമ്പ് പിന്നെ ഇത്രയും 100 ചില്ലാനം സീറ്റ് കിട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ദില്ലിയിൽ ഒരാഴ്ച പെട്ടിയും കിടക്കിയിട്ട് അവിടെ പോയി താമസിക്കുകയായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രിമാരെ തീരുമാനിക്കുന്നു. അതിനകത്ത് തന്നെ ഒരുപാട് പേർക്ക് അതൃപ്തിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രിമാർ ഓരോരുത്തരായിട്ട് വെള്ളാപ്പള്ളിയെ കാണാൻ പോകുന്നു. അതിനകത്ത് മുസ്ലിം ലീഗിന് ഭയങ്കര അതൃപ്തിയുണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള റിജിൽവാ കുറ്റി ഉൾപ്പെടെയുള്ളവർ, അനൂപ് ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വെള്ളാപ്പള്ളിയെ കാണാൻ പോകേണ്ട ഒരാവശ്യമില്ല. വെള്ളാപ്പള്ളിയോട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കണ്ടോളാൻ പറയണം. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ഗോവിന്ദസ്വാമിക്കും പോയി കാണാം, ആർക്കും പോയി കാണാം. സംസ്ഥാന മുഖ്യമന്ത്രിയെ പോയിട്ട് ആപലാതി പറയണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ തുഷാർ എന്ന പോലെ ചെല്ലുകയോ ഷാളണിക്കുകയോ ബൊക്ക കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ. പക്ഷേ ഇത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരുടെ ഒരു കോൺട്രിബ്യൂഷനും ഈ വിജയത്തിൻ്റെ പിന്നിലില്ല. അവർ കാരണം ഒരൊറ്റ സീറ്റും കിട്ടിയിട്ടില്ല. അവരാകെ ചെയ്തതെന്ന് വെച്ചാൽ ചാത്തന്നൂർ സീറ്റിൽ പിന്നെ BJPക്ക് ജയിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. കഴക്കൂട്ടത്തും നേമത്തും പോലും അവരുടെ സഹായം കിട്ടിയിട്ടില്ല. ചാത്തന്നൂർ സീറ്റ് മാത്രമാണ് BDJSൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. BDJSൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ വെള്ളാപ്പള്ളി പോയിട്ട് ഈ ബിന്ദുകൃഷ്ണയൊക്കെ അങ്ങ് തൊഴുക. കാരണം ശ്രീനാരായണ ഗുരുവിനെ കണ്ടാൽ പോലും ഇത്രയും ഭക്തി കാണത്തില്ല. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ പിന്നെ ശ്രീനാരായണ ഗുരു പണ്ട് മറ്റേ ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചത് വെള്ളാപ്പള്ളിയാണോ എന്ന്. കാരണം ശിവനെ കണ്ട പോലെയാണ് തൊഴുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പിന്നെ ചെന്നിത്തലയ്ക്ക് പോയപ്പോൾ കാണാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ പോവാതിരിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദ അവർ കാണിക്കേണ്ടതുണ്ട്. അവർ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എവിടെയും പോണ്ടാന്നേ. പിന്നെ ഒരു വിഷയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സമുദായ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി സംസാരിക്കാം. ഇപ്പോൾ ഇസ്ലാമിക പിന്നെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സമസ്തയുടെയും കാന്തപുരത്തിൻ്റെയും ഒക്കെ ആളുകളെ വിളിച്ചു വരുത്തുക, ഒരു കോൺഫറൻസ് നടത്തുക. അല്ലാതെ വീട്ടിൽ പെട്ടി കപ്പലണ്ടി പിന്നെ കാഷ്യൂനട്ടും ഈന്തപ്പഴവും കഴിക്കാൻ വേണ്ടി പോകരുത്. ക്രിസ്ത്യൻ സഭകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സഭയുടെ പിതാക്കന്മാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ വിളിച്ച് പിന്നെ ഒരു മീറ്റിംഗ് വെക്കുക. ബാക്കി നായർ സമൂഹത്തിനോ ഈഴവ സമൂഹത്തിനോ പിന്നെ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവർ വന്നിട്ട് ഭരണത്തിൽ വന്നിട്ട് ചെയ്തിട്ടുള്ളത് എന്താ? ഭരണത്തിൽ വരുന്നതിന് മുമ്പ് എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞേ? രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞത് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ വരുമെന്നാണ് പറഞ്ഞത്.
വി.ഡി. സതീശന്റെ ജെൻഡർ പരിശോധിക്കേണ്ടി വരും നിന്നേ. കാരണം അയാളെ അവമാനിക്കുന്നതിന് തുല്യമല്ലേ. വനിതാ മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശനെ പ്രഖ്യാപിക്കുമ്പോൾ വി.ഡി. സതീശൻ ആണല്ലേ എന്നൊരു സംശയം തോന്നിപ്പോകത്തില്ലേ. രാഹുൽ ഗാന്ധി എന്തെങ്കിലുമൊക്കെ വിവരക്കിടുമെന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ KSRTC സൗജന്യ യാത്ര സ്ത്രീകൾക്കല്ല KSRTC. അപ്പോൾ എന്തെങ്കിലും വീട്ടിൽ കുടുംബപ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കയ്യിൽ വണ്ടിക്കുലിക്ക് പൈസ ഇല്ലെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനിടുന്ന് പണങ്ങിയിട്ട് സ്വന്തം വീട്ടിലോട്ട് പോകാനൊക്കെ സൗകര്യമോ. പക്ഷേ ഈ KSRTC സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ഇത്തരം സൗജന്യങ്ങൾ അർഹിക്കുന്നവർക്ക് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ട്രെയിനിനടക്കം വികലാംഗർക്ക് ബസ്സിനും ഒക്കെ അവർക്ക് പാസ്സുണ്ട്. RCC ചികിത്സയ്ക്ക് പോകുന്നവർക്കുള്ള പാസ്സുണ്ട്. അങ്ങനെയുള്ള അർഹിക്കുന്ന ആളുകൾക്കാണ് കൺസെഷൻ കൊടുക്കണ്ടേ. അല്ലാത്തവർക്ക് സാമ്പത്തികമായിട്ട് ചുറ്റുപാടുള്ളവർക്ക് അവർക്ക് കൺസെഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സ്റ്റുഡൻസിനുള്ള കൺസെഷൻ പോലും ഇത്ര രൂപയിൽ കുറവ് വരുമാനമുള്ളവർക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തണം എന്നുള്ള അഭിപ്രായമാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ യൂസഫ് അലിയുടെ മോനും കിട്ടും, ബാക്കി യൂസഫ് അലിയുടെ വീട്ടിൽ അടിച്ചു വരാൻ വരുന്ന ആളുടെ മോനും കിട്ടും ഈ കൺസെഷൻ. യൂസഫ് അലി ബസ്സിന് പോകുന്നില്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്തൊക്കെയാണ് മാറ്റം വരേണ്ടത്. ഇവർ ഈ KSRTCയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് പൊളിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവൻ CP ജോൺ വെള്ളം കുടിക്കും. കാരണം കേരളത്തിലെ CPM വിചാരിച്ചാൽ, CPM-ഉം BJP ഒക്കെ കൂടെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഓരോ ദിവസവും ഓരോ LC എന്നുള്ളവർ, ഒരു LCയിലുള്ള പെണ്ണുങ്ങൾ മതിയെന്നേ ഒരു 4 ബസ് ഫുള്ളാവാൻ. എത്ര LC ഉണ്ട്? 10,000 ജില്ലാ LC ഉണ്ട്, ലോക്കൽ കമ്മിറ്റി ഉണ്ട്. ഓരോ ദിവസവും ഓരോ LC ഓരോ ജില്ലയിലും ഒരു 4 LC വെച്ചിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ 250 ദിവസം കൊണ്ട് കേരളം കുട്ടിച്ചോറാവും. കാരണം ബസ്സിൽ കയറുക, ഇരിക്കുക, തിരിച്ചു വരിക, വേറെ പരിപാടിയൊന്നും ഒന്നുമില്ല. പാട്ടൊക്കെ പാടി അങ്ങനെ ഇരുന്ന് പോരുക. അങ്ങനെയാണ്. കാരണം വിഡ്ഢിത്തരമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്നത് ഒരു സമൂഹത്തെ അലസമാക്കി മാറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൗജന്യങ്ങൾ എപ്പോഴും അലസമാക്കും. സൗജന്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. അതിന് ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതിന് അർഹതപ്പെട്ടവർക്ക് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അവർക്ക് ഫ്രീ ആയിട്ട് ചികിത്സ പോലും കൊടുക്കണം. എല്ലാം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെ ഞാൻ. പക്ഷേ ഇതെന്ന് വെച്ചാൽ ടൂർ പോകാനും പറ്റുമെന്നുള്ള അവസ്ഥയിലാണ്. സംസ്ഥാനത്തിന് പുറത്തും 20 കിലോമീറ്റർ പോവാം എന്നുള്ളതൊക്കെയാണ്. സ്പേസിലൂടെ പോകാൻ ഇനിയിപ്പോൾ ഫ്ലൈറ്റിന് ഇവർ ടിക്കറ്റ് കൊടുക്കുമെന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദില്ലിയിലെ സർക്കാർ തകർന്നത്. ആം ആദ്മി പാർട്ടി അവിടെ വൈദ്യുതി ഫ്രീ മറ്റേത് ഫ്രീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നു. എന്തായി ആം ആദ്മി പാർട്ടി വന്നിട്ട്? ആ സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാണ്, പക്ഷേ സംസ്ഥാന പദവിയുണ്ട്. അതിനെ നശിപ്പിച്ച് തുമ്പില്ലാതാക്കിയതിനെ ആ ഷീലാ ദീക്ഷിതിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം പറഞ്ഞ് അണ്ണാസാരെ പറ്റിച്ച് അരവിന്ദ് കെജ്രിവാൾ കാട്ടിക്കൂട്ടിയ തോന്നിയാസം എന്തൊക്കെയായിരുന്നു? ചിഹ്നം ചൂല് മാലിന്യങ്ങൾ, രാഷ്ട്രീയത്തിലെ മാലിന്യങ്ങൾ അടിച്ചു മാറ്റാനുള്ളതാണ്. നാട്ടിലെ അവസാനം ആ ചൂലെടുത്ത് അരവിന്ദ് കെജ്രിവാളിനെ അടിച്ചു മാറ്റുന്നത് കാണേണ്ടി വന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് തന്നെയാണ്. പെൻഷൻ വാർദ്ധക്യ പെൻഷൻ ഇതുവരെ പെരുന്നാളിന് മുമ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പലയിടത്തും കിട്ടിയിട്ടില്ല പല ആളുകൾക്കും. അതോടൊപ്പം തന്നെ ബാക്കിയൊന്ന് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സെസ് ഏർപ്പെടുത്തുന്നത്. ഈ സെസ് ഏർപ്പെടുത്തുക 2 രൂപയാണ്. 2 രൂപ. അപ്പോൾ ഈ 2 രൂപ ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഫലത്തിൽ വരുന്ന ഇത് ഏതൊക്കെ മേഖലയെ ബാധിക്കുമെന്നറിയോ? ഇലക്ട്രിക് വാഹനങ്ങളെ ബാധിക്കത്തില്ലേ? അവരുടെ എക്സ്പെൻസ് അവരുടെ ജീവിത ചെലവ് ബാധിക്കത്തില്ലേ? ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത്തരം ചാർജിങ് സ്റ്റേഷനുകൾ ഒരുപാടുണ്ട്. അത് ഈ പൊല്യൂഷനൊക്കെ കുറയ്ക്കുക എന്നുള്ളത് കൊണ്ടും ഒരു ഹരിത സംസ്കാരം കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഈ പുക കുറയ്ക്കുക എന്നൊക്കെ ഉള്ളതിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇതിനെ ബാധിക്കും. വേണ്ട, ഒരു ചായക്കടയിൽ ഇപ്പോൾ അത് ഗ്യാസിൻ്റെ വില ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് പറയാം. റോക്കറ്റ് വാരി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെയും ഇതിനകത്തൊക്കെ ഇവരിപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്താ? വി.ഡി. സതീശനോട് ഇന്ന് ചോദിച്ചിട്ടുള്ള KN ബാലഗോപാൽ ചോദിച്ചിട്ടുള്ള ചോദ്യം അതാ. നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാണല്ലോ, നിങ്ങൾ എന്താ ഒഴിവാക്കാത്തേ? ഇതിന് നമ്മൾ ഈ വേറെ വാക്കാ പറയും, യൂട്ടേൺ ഒന്നും അല്ല, അതിനൊക്കെ കുറച്ചുകൂടെ കടുപ്പിച്ച വാക്കാ പറയുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ചില സൗഹൃദങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം ആരുടെയും എന്താ പറയുക, തന്തയ്ക്ക് വിളിക്കുന്നത് നല്ല കാര്യമല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. നിനക്ക് എത്ര നാക്കാടാ, നിനക്ക് എത്ര വർത്താനമാടാന്ന് ചോദിക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞതിന് അകത്തു നിന്നൊക്കെ ഇവർ മാറ്റുക മാത്രമല്ല. ഇപ്പം ഈ KSEBയുടെ ചാർജ് വർധനവ് വരുമ്പം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് കൂടും ഉറപ്പായിട്ടും. കാരണം ഇത് പമ്പിങ് നടക്കണ്ടേ. ഈ പമ്പിങ് നടക്കുമ്പോൾ അതിലും ഈ സെസ് ഉണ്ടല്ലോ. കറണ്ട് ചാർജ് വർദ്ധിക്കുമ്പം വെള്ളത്തിൻ്റെ കരം കൂടും. അപ്പം വെള്ളക്കരം വർദ്ധിക്കും. ഇവിടെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ മാസം ഏകദേശം 10,000-ഓളം രൂപയുടെ അധിക ബാധ്യത തീർച്ചയായിട്ടും വരും. അധിക ബാധ്യത വരും. അപ്പോൾ എല്ലായിടത്തും കോസ്റ്റ് കൺട്രോൾ വരും. കാരണം ജീവനക്കാരുടെ ശമ്പളത്തിൽ പിടുത്തം വെക്കുന്ന രീതി വരും.
കാരണം പിന്നെ ഒരു ഓണർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും, ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇലക്ട്രിക് വണ്ടിക്കും കൂടുന്നു, പെട്രോളിനും കൂടുന്നു, എല്ലാത്തിനും കൂടുന്നു. ഇനി എന്തോ കൂടാൻ ബാക്കിയുള്ളത് എന്നുള്ള ചോദ്യമുണ്ട് ഇതിനകത്ത്. വേറെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ശബരിമലയാണ്. ശബരിമല വിഷയത്തിൽ ഇവരങ്ങ് എന്തൊക്കെയോ ആക്കുമെന്നല്ലേ പറഞ്ഞേ. സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പറഞ്ഞിട്ട്, എന്നാൽ സഖാക്കളെ പോയി പിടിക്കുന്നേ. സ്വർണം കെട്ടത് സഖാക്കളാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും ഈ രണ്ട് വകുപ്പും രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രിയായിട്ടും ധനകാര്യ വകുപ്പും പിന്നെ ബി ഡി സതീഷിൻ്റെ കയ്യിലാണ്. CPM-കാരും അതിനകത്തില്ല ആ മന്ത്രിസഭയ്ക്കകത്തും. ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ചിന്താഗതിയുള്ള ഒരാൾ CP ജോൺ മാത്രമാണുള്ളത്. ബാക്കിയവർക്ക് ഇത്രയും ദിവസം കിട്ടിയില്ലേ? സ്വർണം കെട്ടത് സഖാക്കളാണെങ്കിൽ പിടിക്കട്ടെ, അവർ ആ സഖാക്കളെ പിടിക്കട്ടെ. അവർ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയല്ലോ ചെയ്യേണ്ടേ. അവർ ശിവൻകുട്ടിക്കെതിരെ പറഞ്ഞു, അവർ പിന്നെ മറ്റേ രാധാകൃഷ്ണനെതിരെ പറഞ്ഞു, ഏതെല്ലാം മന്ത്രിമാർക്കെതിരെ പറഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്യട്ടെ, ചോദ്യം ചെയ്യട്ടെ. പിന്നെ SITക്കകത്ത് വേണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഷഫ്ലിങ് നടത്തട്ടെ. അതൊന്നും ചെയ്യാതെ ചെണ്ടയും കൊട്ടി പാട്ടും പാടി ഇങ്ങനെ പിന്നെ വഴിയിൽ കൈ നീട്ടിയിരുന്നിട്ട് മുണ്ടും പിരിച്ചിരിക്കേണ്ടി വരും. അതിന് മാത്രമേ ഈ പിരിവിന് പോകുന്ന ചില ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ പിന്നെ ഭിക്ഷയാചിക്കുന്ന രീതിയിലേക്ക് പാട്ടും പാടിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞത്, അത് പാടിയത് ഏതോ ഒരു പ്രവാസി എഴുതിയതാണ്. പക്ഷെ ഇവരെല്ലാം അത് ഏറ്റുപാടിയവരാ, ഭയങ്കരമായിട്ട് കേരളത്തിൽ മുഴുവൻ ആഘോഷിച്ചതാ. ആ സ്ഥിതിക്ക് ആ സ്വർണം കെട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വമാണ് അടിയന്തരമായിട്ട് വേണ്ടത്. അതേപോലെ തന്നെ പിന്നെ ബന്ധു നിയമനം ഉണ്ടല്ലോ, ബന്ധു നിയമനമുണ്ട്. നമ്മളെ സണ്ണി വക്കീല് ബന്ധു നിയമനം നടത്തിയേക്കുന്നു. ഒരു കുഴപ്പമില്ല ആർക്കും. പണ്ട് ബന്ധു നിയമനം എന്ന് പറഞ്ഞിട്ട് KT ജലീലിനെ കൊണ്ട് രാജിവെപ്പിച്ചു. അല്ല EP ജയരാജൻ രാജിവെച്ചല്ലേ? EP ജയരാജനെ രാജിവെപ്പിച്ചു, KT ജലീലിനെ രാജിവെപ്പിച്ചു. ശ്രീമതി ടീച്ചർക്കെതിരെ ആരോപണം വന്നതാ. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ വീട്ടിൽ കുക്ക് ഗാർഡനിങ് എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ വീട്ടിൽ മരുമകൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ ആ പണിയങ്ങ് എടുത്തോ, അതിൻ്റെ പൈസ വന്നേക്കാൻ ചിലപ്പോൾ പറയും. മന്ത്രിമാരൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. ഇതങ്ങനല്ലാതെ അതേപോലെ തന്നെ അത്തീബിൻ്റെ നിയമനം എന്ന് പറഞ്ഞാൽ KT ജലീൽ നിയമിച്ചത് ഒരു വ്യക്തിപരമായ താല്പര്യത്തിൻ്റെയും പുറത്തല്ല. ജലീലിന് ആ വകുപ്പ് നന്നായി കൊണ്ടുപോകണം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ഏറ്റവും വിശ്വസ്തനായ ഒരാളെ ആക്കണം. അതിന് കഴിവുള്ള, അതിന് ഏബിളായ, അതിനുള്ള മാനേജ്മെൻറ്റ് സ്കില്ലുള്ള പയ്യനെയാണ് ആക്കിയത്. അത് ആക്കിയ ആൾ നിർഭാഗ്യവശാൽ ഇയാളുടെ ബന്ധുവായിപ്പോയി. അപ്പം ബന്ധുവാണ് എന്നുള്ളതൊരു അയോഗ്യതയാവുന്നില്ല. ബന്ധുവാണ് എന്നുള്ളതൊരു അധിക യോഗ്യതയെ കാണരുത്. ഇവിടെ അവന്മാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അധിക യോഗ്യതയായിട്ടാണ്. ഇപ്പം തന്നെ സ്റ്റാഫിലോട്ട് ആൾക്കാരെ കെട്ടാനുള്ള ഇടി അറിയാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ 30 പേരെ ആക്കണമെന്ന് പറയുന്നു. അതിനകത്ത് തന്നെ പാർട്ടി തീരുമാനം എടുത്തിട്ട് ആക്കണമെന്ന് പറയുന്നു. ലീഗിനകത്ത് വളരെ കർശനമായിട്ട് നടപ്പിലാക്കുന്നു. UDF-നകത്ത് കോൺഗ്രസിനകത്ത് വരെ പല ഇടപെടലുകളുണ്ടാവുന്നു. ആൾക്കാരെല്ലാം തിരുവനന്തപുരത്ത് വഹിക്കുക. സിവി വിളിച്ചു നോക്കും, ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു നോക്കുക, എല്ലാം തിരുവനന്തപുരത്താണ്. സ്റ്റാഫിൽ കയറാൻ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആവാൻ, പിന്നെ PS ആവാൻ പറ്റിയില്ലെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എങ്കിലും ആവണം. അതേപോലെ ബോർഡ് ചെയർമാൻ, ഇതൊക്കെയാണ് ഇപ്പോൾ താല്പര്യം. പിന്നെ DCC പുനഃസംഘടനകൾ, ഇതൊക്കെയാണ്. അപ്പോൾ അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ളവർ മുഴുവൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തുള്ളൊരു ബുദ്ധിമുട്ടില്ല, അവന് രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതി. പക്ഷെ മറ്റവർക്ക് ഇന്ദിരാഭവനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭാര്യയും പിള്ളേരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ പോയി തിരുവനന്തപുരത്ത് നിൽക്കുക ഒരാഴ്ചയായിട്ട്. ഇതിനൊക്കെ പെട്ടെന്ന് ഒരു കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഏകീകൃതമായൊരു ടാക്സേഷൻ സമ്പ്രദായം കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് പറയാനുള്ളത്. ഇപ്പം കേന്ദ്രഭരണ പ്രദേശത്തിൽ ടാക്സിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും. നമ്മളിപ്പം പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിന്നെ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് പിന്നെ ഈ പോർച്ചുഗീസുകാരുടെയും ഇവരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്ന ചില സ്ഥലങ്ങൾ, ഫ്രഞ്ചുകാരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ എന്നുള്ള രീതിയിലാണ് ഗോവ, അതേപോലെ പോണ്ടിച്ചേരി, മാഹി, പോണ്ടിച്ചേരിക്കൊക്കെ നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തത്. അത് കാശ്മീരിന് പിന്നെ ആർട്ടിക്കിൾ 356 എടുത്ത് കളഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് എടുത്ത് കളയണം. കാരണം തലശ്ശേരി കിട്ടുന്ന സാധനത്തിന്, തലശ്ശേരി കിട്ടുന്ന കുപ്പിക്ക് അല്ലെങ്കിൽ തലശ്ശേരി കിട്ടുന്ന പെട്രോളിന് തൊട്ടിപ്പുറത്ത് മാഹിയിൽ വന്ന വില കുറവാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ വേറെ കൃത്യമാണ്, ഡിസ്ക്രിമിനേഷനാണ്. ഇതിനകത്തൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് വർദ്ധിക്കും. ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ അവിടുത്തെ പിന്നെ പവർ കൺസ്യൂം ചെയ്യുന്ന എത്രയാണ്? അത് ഓപ്പറേഷൻ തിയേറ്റർ തൊട്ട് അവിടുത്തെ എക്സ്റേ യൂണിറ്റിൽ, അവിടുത്തെ പിന്നെ ആ രോഗിയെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന പിന്നെ മറ്റേ ICUവിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന വാർഡിൽ, പിന്നെ അവിടുത്തെ മൊത്തം പിന്നെ വെള്ളത്തിൻ്റെ ഉപയോഗത്തിന്, ഇതെല്ലാം ഈ കറണ്ട് ഉപയോഗിക്കണമല്ലോ. അല്ല, ഹോട്ടലിൽ ചാർജ് വർദ്ധിക്കും.
അതെ, അതായത് അത് അക്കോമഡേഷനുള്ള ഹോട്ടൽ ഉണ്ടല്ലോ, അതെ, അതിന്റെ ചാർജ് വർദ്ധിക്കും. വർദ്ധിക്കും. അതോടൊപ്പം തന്നെ മാളുകളിലെ ചാർജ് വർദ്ധിക്കും. എല്ലാം വർദ്ധിക്കും. ഷോപ്പുകളുടെ ഇതിൽ പ്രശ്നങ്ങൾ വരും, എല്ലാം വർദ്ധിക്കും. ഇതിനകത്ത് അൺഎംപ്ലോയ്മെന്റ് കൂടെ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള വിലവർദ്ധന വരുന്ന സമയത്ത് കോസ്റ്റ് കൺട്രോൾ വരും. കോസ്റ്റ് കൺട്രോളിന്റെ ഭാഗമായിട്ട് പവർ കട്ട് ചെയ്യും. ഒരു മാൻ പവറിനെ കട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. പിന്നെ ഒരാൾ രാവിലെ 8 മണി തൊട്ട് ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ നിൽക്കുക, മറ്റൊരു 10 മണിക്ക് വന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങൾക്കകത്ത് നീ തന്നെ 2 മണിക്കൂർ എക്സ്ട്രാ എടുക്ക്, കുറച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന് പറയും. ഒരാളെ ശമ്പളം കട്ട് ചെയ്യും. അപ്പോൾ പണിയില്ലാതാവും. ഇത് അല്ലെങ്കിൽ തന്നെ പണിയില്ലാതാവുമെന്നേ. ആൾക്കാർ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇനി വണ്ടി ഓടിക്കാൻ നിൽക്കുമോ? ആൾക്കാർക്ക് ടാക്സികൾ കയറുമോ? ആൾക്കാർ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും ടാക്സി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴത്തേക്ക് ടാക്സിക്കകത്ത് കയറാൻ പറ്റും ആൾക്കാർ. തിയേറ്ററിൽ ടിക്കറ്റിന്റെ ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരും. സിനിമാ തിയേറ്ററിൽ ഇതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ചായയുടെ വില തൊട്ട് ബാക്കിയുള്ളതെല്ലാം 15 രൂപയായി, 10 രൂപ കിടന്ന ചായ 15 രൂപയായി, ചില സ്ഥലങ്ങളിൽ 25 രൂപ വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെയുള്ള ചെറിയ കടകളിലെല്ലാം 15, വലിയ കടകളിലുള്ള 25-30 ഒക്കെ ഉള്ളത്. നമ്മൾ ആ ഫെസിലിറ്റി നോക്കി പോകുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരനെ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ 15 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് എന്നുള്ളതാണ്. അത് 10 രൂപയെന്നാണ് കൂടിയത്, 15 കൂടിയത്. അതായത് 50% വർധനവ്. ഒരു ദിവസം 4 ചായ കുടിക്കുന്ന സാധാരണക്കാർ ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ അവരെ ഞാനൊക്കെ വെള്ളം അടിക്കാത്ത സമയത്ത് 10 ചായ കുടിക്കും. 60 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആലോചിക്കുക. 60 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാസം ആകുമ്പോഴത്തേക്ക് 1800 രൂപ അവന്റെ ബഡ്ജറ്റിൽ, ഫാമിലി ബഡ്ജറ്റിൽ നിന്ന് തന്നെ ഒരു ഡിഫറൻസ് വരും. ഇവൻ പിന്നെ എവിടെ ഞെരുങ്ങുന്നത്? ഇവൻ എന്ന് വെച്ചാൽ എവിടെ ഇവന് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെ ഇവന് അത്യാവശ്യമുള്ള സാധനമാണ്. അവൻ്റെ റിക്വയർമെൻറ്റ്സിൽ അവന് കട്ട് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ മേടിക്കുന്ന പോഷകാഹാരങ്ങളുടെ എണ്ണം കുറയ്ക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യം കോഴി മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഴ്ച 2 പ്രാവശ്യം മീൻ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ 1 പ്രാവശ്യം ആക്കും. അതുകൊണ്ട് അരിയുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് ആകെ വില വർദ്ധിക്കാത്തത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടിയുടെ വില വർദ്ധിച്ചില്ല, അതിൻ്റെ മന്ത്രിമാരുടെ വില വർദ്ധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അവരുടെ വില ഇടിഞ്ഞു. കാരണം അവരാ ജയിച്ച സമയത്ത് കത്തി നിന്നപ്പോൾ നമ്മളൊക്കെ നല്ല പ്രതീക്ഷയിലായിരുന്നു. പ്രത്യേകിച്ചും ധനകാര്യം സതീശൻ കൈകാര്യം ചെയ്യുന്നു, ഹോം ഡിപ്പാർട്ട്മെൻറ്റും ഇൻ്റലിജൻസും രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നു. പുള്ളി പിന്നെയും കുറച്ചുകൂടെ പരിഷ്കരണങ്ങൾക്ക് തൂഫാൻ ഒക്കെ തുടങ്ങി. ഈ തൂഫാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മലബാറിലൊക്കെ പണ്ടേ അത് തൂഫാനാക്കി എന്ന് പറയും. തൂഫാനാക്കി എന്ന് പറഞ്ഞാൽ അത് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ അർത്ഥത്തിലാണോ തൂഫാൻ പേരിട്ടതെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും പോകുന്ന പോക്ക് അപകടകരമാണ്. പോകുന്ന പോക്കിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവർ ചെയ്യേണ്ടത് അനാവശ്യമായ പ്രഖ്യാപനങ്ങൾ നടത്താതിരിക്കുക. ഫണ്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഫണ്ടിൽ നീക്കിയിരിപ്പുണ്ടല്ലോ, ആ ഫണ്ട് എടുത്തിട്ട് വിനിയോഗിക്കുക. അതായത് മണി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം. വേണ്ട പ്രൊജക്റ്റുകളായിരിക്കണം ചെയ്യേണ്ടത്. ബാക്കി അവരുടെ സെക്യൂരിറ്റികളും ബാക്കിയുള്ളതും എല്ലാം ഒക്കെ അളവ് കുറയ്ക്കണം. കാരണം അവർ 40 കാറും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയനെതിരെ പറഞ്ഞതാണ്. അപ്പം കാരണം 1-2 വോട്ടിൻ്റെ ഭൂരിപക്ഷമല്ല കിട്ടിയേക്കുന്നത്, 100 ചില്ലാനം സീറ്റാണ് കിട്ടിയേക്കുന്നത്. 100 ചില്ലാനം സീറ്റെന്ന് പറഞ്ഞാൽ കേരള ജനത കേരളത്തെ അവരുടെ കയ്യിലേക്ക് അങ്ങ് സമർപ്പിക്കുക ചെയ്ത വെള്ളിത്താലത്തിൽ. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട്. അവർ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇവന്മാർ കുളമാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനീ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും മഹിളാ മോർച്ചയൊക്കെ കൂടെ KSRTC ബസ്സിലും കയറുക. ആൾ കയറിയിട്ട് അങ്ങ് കറങ്ങുക. ഒരു ദിവസം ഒരു 4 പഞ്ചായത്തുള്ളവർ പോയപ്പോഴേ അടുത്ത ദിവസം വേറെ 4 പഞ്ചായത്തിലുള്ളവർ പോവുക. അപ്പം എന്നും ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റാതാവും. ആ സമയത്ത് കേരളത്തിൽ വലിയ അനാർക്കിസം ഉണ്ടാവും. അപ്പോൾ ഇവന്മാർ ഈ പ്രഖ്യാപനമൊക്കെ പിൻവലിച്ച് ലേലു അല്ലി എന്ന് പറയേണ്ടി വരും. അത് പറയിപ്പിക്കേണ്ടത്. കാരണം ഈ വിവരം കേട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയത് VD സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലല്ല, രാഹുൽ ഗാന്ധി വന്ന് നടത്തിയത്. രാഹുൽ ഗാന്ധിക്ക് ഇത് പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് സ്ത്രീകളെയൊക്കെ 2 ബസ് ടിക്കറ്റ് എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് നേരെ പട്ടായ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതിനകത്ത് രാഹുൽ ഗാന്ധി ചെയ്ത അബദ്ധം ഇവർ തിരുത്തണം. അവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അത് അപ്രായോഗികമാണ്, നമുക്കത് അങ്ങനെ നടത്താൻ കഴിയില്ല. പക്ഷേ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്, സാധാരണക്കാരായ കൂലിപ്പണിക്കാർക്ക്, രോഗികൾക്ക്, ചികിത്സയ്ക്ക് പോകുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഒരു സൗജന്യം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതുമാണ്. അതിന് പറ്റുന്ന ഒരു മന്ത്രിയുമാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CP ജോൺ. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലൂടെ കടന്നു വന്നതാണ്, ഒരു പരാതി ഇല്ലാതെ ഇത്രയും കാലം അധികാരത്തിന് പുറത്തു നിന്നതാണ്. അപ്പോൾ അതാണ് UDF ആലോചിക്കേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവന്മാർ ഒരാഴ്ച കൊണ്ട് ഒരു സർക്കാർ ഇത്രയും ചീത്തപ്പേര് വരുമോ ഇവന്മാർ? കാരണം ഇത് ഗിന്നസ് ബുക്കിൽ ഇവരെ പേരെഴുതി വെക്കണം. കാരണം ആദ്യം ഭരണം കിട്ടിയിട്ട് 10 ദിവസം അവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കൽ,
സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ വെള്ളാപ്പള്ളിയെ കെട്ടിപ്പിടിക്കുന്നു, വെള്ളാപ്പള്ളിയുടെ കാല് ഒഴുകുന്നു, പിന്നെ ബാക്കിയുള്ളവരെ പുറകെ പോകുന്നു. ഇവരുടെ ഇടയിൽ തന്നെ തമ്മി പ്രശ്നം. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇത്രയും എളുപ്പത്തിൽ ഒരു സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഇതിനു മുമ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.